നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ കത്തിക്കുത്ത്, ഒരാൾക്ക് പരിക്ക്. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. വിവിധ വിദ്യാലയങ്ങളിൽ വായന ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ആളൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. കൊടകരയിൽ കത്തിക്കുത്ത്, ഒരാൾക്ക് പരിക്ക്. കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം ദേശീയപാതയോരത്തുള്ള വ്യാപാര സ്ഥാപനത്തിന് സമീപം ചൊവ്വാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. കുത്തേറ്റ മനക്കുളങ്ങര സ്വദേശി വിനോദിനെ അപ്പോളോ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പ്രതി പുലിപ്പാറക്കുന്ന് കളപ്പുരയ്ക്കൽ വീട്ടിൽ നാരായണ റാവുവിന്റെ മകൻ 40 വയസ്സുള്ള ശ്യാംകുമാർ ഗണ്ടാട്ടിയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഫോറൻസിക് വിദഗ്ധ ജാസ്മിൻ മരിയയും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. തെളിവെടുപ്പിനായി പ്രതിയെ ചാലക്കുടിയിൽ കൊണ്ടുപോയി. അവിടെ ദേശീയപാതയോരത്ത് ആളൊഴിഞ്ഞ പറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. വിവരത്തിൽ നിന്നും വിജ്ഞാനത്തിലേക്കും വിജ്ഞാനത്തിൽ നിന്നും വിവേകത്തിലേക്കുമുള്ള പരിവർത്തനത്തിന് ഉതകുന്നതായിരിക്കണം വായനയെന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ. തൃശൂർ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന വായന പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനം വിവേകമായി മാറുമ്പോഴാണ് അത് മനുഷ്യജീവിതത്തിന് ഉൾക്കാഴ്ച നൽകുന്നത്. നമ്മുടെ ജീവിതത്തെയും അപരരുടെ ജീവിതത്തെയും ഉത്തമമാക്കാൻ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് വായന അതിൻ്റെ സാഫല്യം നേടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈബ്രറി കൗൺസിൽ, ജില്ലാ ഭരണകൂടം, PN പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 ആരംഭിച്ച് IB ദാസിൻ്റെ ജന്മദിനമായ ജൂലൈ 7 അവസാനിക്കുന്ന രീതിയിലാണ് വായന പക്ഷാചരണം നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി എല്ലാ വായനശാലകളിലും PN പണിക്കർ അനുസ്മരണം നടത്തും. ജൂൺ 22 G. ശങ്കരപ്പിള്ള അനുസ്മരണം, 24, 25 തീയതികളിൽ ഗ്രന്ഥശാല പരിസരത്തെ SSLC, +2 വിദ്യാർത്ഥികളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ എന്നിവ നടത്തും. ജൂൺ 26 ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിക്കും. പക്ഷാചരണ കാലയളവിലുള്ള സാഹിത്യകാരന്മാരുടെ അനുസ്മരണവും വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മത്സരങ്ങളും പദ്ധതികളുമാണ് ജൂലൈ 7 വരെ സംഘടിപ്പിക്കുന്ന മറ്റു പരിപാടികൾ. ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം P. തങ്കം ടീച്ചർ, കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ, DDE AK അജിതകുമാരി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ N. സതീഷ് കുമാർ, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി KG ബാബുരാജ്, സ്റ്റേറ്റ് കൗൺസിൽ അംഗം MK സദാനന്ദൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK ഹാരിഫാബി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ജെംസ് കോളേജ് അധ്യാപകനും കവിയുമായ M. ജീവേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു വായനദിന സന്ദേശം നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ജനപ്രതിനിധികളായ TK പത്മനാഭൻ, പ്രനില ഗിരീശൻ, ഷിനി ജെയ്സൺ, CA റെക്സ്, സജിനി സന്തോഷ്, ലത ഷാജു, ബിജി ഡേവിസ്, MM ഗോപാലൻ, വയോജനവേദി കൺവീനർ മോഹനൻ AK, ബാലവേദി പ്രസിഡന്റ് മിത്രവിന്ദ PR, ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ എന്നിവർ സംസാരിച്ചു. ഭദ്ര T. മുജീബ്, കൽഹാര VS, ആഗ്നേയ് കൃഷ്ണ PK എന്നിവരുടെ കവിതാലാപനവും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രന്ഥശാല സന്ദർശനം, സാഹിത്യ മത്സരങ്ങൾ, അനുസ്മരണങ്ങൾ, പുസ്തക ചർച്ച എന്നിവയും ഉണ്ടായിരിക്കും. നമ്മുടെ കൊടകരയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാംസ്കാരിക പരിപാടികൾ ദൈനംദിനം നടക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. നമ്മളുടെ എല്ലാ സ്കൂളുകളിലും ഇന്ന് വിവിധ വായനാ ദിനാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവിടെ നിന്ന് എല്ലാ സ്കൂളിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വായനാ ദിനാഘോഷത്തിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പുതിയൊരു അറിവ് ഞാൻ തരേണ്ടതില്ല. മുഖ്യ പ്രഭാഷകനിലൂടെ ലൈബ്രറി കൗൺസിലിന്റെ അംഗം ബാബേട്ടൻ ഇടവരൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഞാൻ എന്താക്കി മാറ്റുന്ന മിഷനെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങും പറഞ്ഞു ഒരുപാട് ജീവിതം ജീവിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. മാർട്ടിൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ആള് എഴുതി വെച്ച വാചകം ഇങ്ങനെ തന്നെയാണ്: വായിക്കുന്നവൻ 1000 ജീവിതം ജീവിക്കും, വായിക്കാത്തവന് ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ വായന ദിനം ആഘോഷിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പുസ്തക ശേഖരണത്തിനായി സ്കൂളിൽ സ്ഥാപിച്ച പുസ്തകത്തൊട്ടിലിൽ പുസ്തകം നിക്ഷേപിച്ചുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. സഹൃദയ കോളേജ് മലയാള വിഭാഗം ലെക്ചറർ VK ഷിജി വായനദിന സന്ദേശം നൽകി. വിദ്യാരംഗം, ബാലസഭ, റീഡിംഗ് റൂം എന്നിവയുടെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, VK ഷിജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് MK ഡെയ്നി, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, SMC ചെയർമാൻ AG സതീശൻ, സീനിയർ അധ്യാപിക TS നസീമ എന്നിവർ സംസാരിച്ചു. പ്രത്യേകത 7-8 സ്കൂളുകൾ തന്നെ നമ്മുടെ സെൻട്രൽ ഭാഗത്തുണ്ട്, കൊടകരയുടെ സെൻട്രൽ ഭാഗത്തുണ്ട്. ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു കേന്ദ്ര ഗ്രന്ഥശാലയുണ്ട്. 6ഓളം മറ്റ് ലൈബ്രറികളുണ്ട്. ഏറ്റവും അധികം സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ കൊടകര. അതുകൊണ്ട് തന്നെ വായനാദിന പരിപാടികൾ, വായനാദിന വാരാഘോഷ പരിപാടികൾ ഏറ്റവും സജീവമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. വായനാ ദിനം നമ്മളെല്ലാ വർഷവും ആചരിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ അതിനൊരു പുതുമ നൽകിക്കൊണ്ട് അമ്മ വായന, കുഞ്ഞു വായന ഒക്കെയായി ആഘോഷപൂർവ്വം കൊണ്ടാടി അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ പോയി വരുമ്പോൾ എനിക്ക് അനുഭവിക്കാനായിട്ടുണ്ട്. കുട്ടികളുടെ വീടുകളിൽ നമ്മൾ കുഞ്ഞു ലൈബ്രറി സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും വളരെ മനോഹരമായി അവരുടെ വീട്ടിലുള്ള മൂലംകുളം SNUP സ്കൂളിൽ വായന ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും വളരെ വിപുലമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ അക്ഷരക്കൊടി ഉയർത്തി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അച്യുതി ബിബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MA അനീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക P പ്രീത, MPTA വൈസ് പ്രസിഡന്റ് അനീഷ ബിബിൻ, സീനിയർ അധ്യാപിക CR സിനി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ധന്യ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. PN പണിക്കർ അനുസ്മരണം, വായനദിന പ്രതിജ്ഞ തുടങ്ങിയവ 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ KA മീനാക്ഷി, CP മിഥുല എന്നിവർ നിർവഹിച്ചു. വിദ്യാർത്ഥികളായ US ശ്രീദിൽ, US ശ്രീദേവ് എന്നിവർ സ്കൂളിലെ ലൈബ്രറി വിപുലീകരണത്തിന്റെ ഭാഗമായി പുസ്തക സമാഹരണത്തിനായി ഒരുക്കിയ പുസ്തകത്തൊട്ടിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. കുട്ടിക്കവിതകളായിക്കോട്ടെ അല്ലെങ്കിൽ പത്രമായിക്കോട്ടെ, എന്താണെങ്കിലും ആ വായനയിലൂടെ നമുക്കൊരു അറിവ് കിട്ടുകയാണ് അല്ലേ. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു അറിവ് നമുക്ക് ലഭിക്കും. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനവും സംയുക്തമായി സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ വർഗീസ് ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി നിഖില PA വായന ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 9ാം ക്ലാസ് കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗം മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയുടെ നൃത്താവിഷ്കാരം 7ാം ക്ലാസ്സിലെ ദേവപ്രഭ S നായർ, ചൈത്ര S കൃഷ്ണ, നവൽ കിഷൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. യോഗത്തിന് PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം K വൃന്ദകുമാരി മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ T അനിൽകുമാർ സ്വാഗതവും ലൈബ്രറി ഇൻചാർജ് ബിന്ദു G കുട്ടി നന്ദിയും പറഞ്ഞു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, പ്രിൻസിപ്പാൾ KP ലിയോ, മുൻ പ്രിൻസിപ്പാൾ B സജീവ്, PTA വൈസ് പ്രസിഡന്റ് സോമൻ മുത്തർത്തിക്കര, മാതൃസംഗമം പ്രസിഡന്റ് സ്മിത വിനോദ് എന്നിവർ സംസാരിച്ചു. യാതൊരു സംശയമില്ല, എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങൾക്കുണ്ടായി. അപ്പോൾ നല്ലൊരു ദിവസമാണ്. ഞാൻ പ്രസംഗിക്കാൻ വന്നതേയില്ല. ഞാൻ പിന്നെ എന്തിനാണ് ഇതല്ലേ കുറച്ചു നേരം നിങ്ങളോട് കളിക്കാൻ വന്നതാണ്. കുറച്ചു നേരം കളിച്ചൂടെ? കളിപ്പാട്ടങ്ങളെ കഴിഞ്ഞിട്ട്
വായന ദിനാചരണത്തിന്റെ ഭാഗമായി മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ LKG വിദ്യാർത്ഥികൾക്കായി എഴുത്തുകളരി ആരംഭിച്ചു. പ്രധാനാധ്യാപിക PS സീമ കുരുന്നുകൾക്ക് ആദ്യ അക്ഷരങ്ങൾ മണലിൽ എഴുതിക്കൊണ്ട് എഴുത്തുകളരിക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ B സദാനന്ദൻ, ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ, രക്ഷിതാക്കൾ, PTA, MPTA അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സരസ്വതിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ LKG കുട്ടികൾക്ക് ഒരു എഴുത്ത് ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു എഴുത്തുകളരിക്ക് ഇന്നത്തെ വായനാ ദിനത്തിൽ നമ്മൾ ഒരു മുഹൂർത്തത്തിൽ തുടങ്ങുകയാണ്. വായന ദിനത്തോടനുബന്ധിച്ച് അക്ഷരവൃക്ഷമൊരുക്കി ആലത്തൂർ ALP സ്കൂളിലെ കുട്ടികൾ. എല്ലാ കുട്ടികളും മലയാളം അക്ഷരമാലയിലെ അക്ഷരങ്ങളും അതുപയോഗിച്ചുള്ള വാക്കുകളും പ്ലക്കാർഡിൽ എഴുതിക്കൊണ്ടുവന്നിരുന്നു. സ്കൂൾ മുറ്റത്ത് ഒരു വലിയ വൃക്ഷമായി അവർ നിന്നത് കൗതുക കാഴ്ചയായി. വിദ്യാലയ ഹാളിൽ നടന്ന വായന ദിനാചരണം മുൻ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം TK സതീശൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിന് സ്കൂൾ പ്രധാനാധ്യാപിക PM ജിൻസ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സുനിൽ PS, MPTA പ്രസിഡന്റ് സുമി ബൈജു, PTA അംഗം ജയരാജ് KJ, സീനിയർ അധ്യാപിക NS രശ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് PN പണിക്കർ അനുസ്മരണ പ്രസംഗം, വായനദിന സ്കിറ്റ്, കവിത തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു. ഒരു ചൊല്ലുണ്ട്, നാട്ടിലൊരു വായനശാല വന്നാൽ ജയിലിൽ പോകുന്നവരെ എണ്ണം പറയുന്നു. നാട്ടിലൊരു വായനശാല വന്നാൽ വായനശാല അവിടെ കഴിക്കുന്ന ആൾക്കാർ വായിക്കുന്നവരുടെ മനസ്സിൽ ശാന്തി വരും. വായിക്കാതിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ബാഗുകളൊക്കെ മാറും. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനദിനം, വായന മാസാചരണം എന്നിവ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുധീഷ് KV അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ CA ഷാജി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വിദ്യാരംഗം, കലാസാഹിത്യവേദി, വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ നിർവഹിച്ചു. BBA LLB ഓണേഴ്സ് പരീക്ഷയിൽ ഗോൾഡ് മെഡലോടെ 1ാം റാങ്ക് നേടിയ യുവ എഴുത്തുകാരി അഡ്വക്കേറ്റ് അലീന അനബെല്ലിയെ മാനേജർ CA ഷാജി ആദരിച്ചു. യോഗത്തിൽ വാർഡംഗം മോളി തോമസ്, MPTA പ്രസിഡന്റ് നിമിഷ TP, പ്രിൻസിപ്പൽ ജയ I, സ്കൂൾ ഹെഡ് മിസ്ട്രസ് മാലിനി MP എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായന വാരാഘോഷം ഗ്രാമിക പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായ PK കിട്ടൻ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ മിനി KB അധ്യക്ഷത വഹിച്ചു. വായനദിന പ്രതിജ്ഞ, സന്ദേശം, പുസ്തക പരിചയം എന്നിവയും നടന്നു. മിനി ജോസ്, ശ്രീനന്ദ, സിത്താര VK, അഞ്ജലി CU എന്നിവർ പ്രസംഗിച്ചു. BJP മറ്റത്തൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മോനടിയിൽ നിരന്തരമായി BJP പ്രവർത്തകർക്കു നേരെ ഭീഷണിയും വധശ്രമവും നടത്തിയെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് PG ജയൻ, പ്രേമൻ വെള്ളിക്കുളങ്ങര തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് CPM-ന്റെ ഈ ഷാൻഡോ മെമ്പർ എന്ന് പറയുന്ന കൈതാരത്ത് എന്ന് പറയുന്ന മെമ്പറുടെ നേതൃത്വത്തില് BJP-യുടെ പ്രവർത്തകരെ പല കള്ളക്കേസിലും കുടുക്കുവാനായിട്ട് അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഓൺലൈൻ സ്ഥാപനങ്ങളെ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ആളൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി റോയി അരിക്കാട്ട്, ട്രഷറർ സനീഷ് ആളൂർ, ബിജു ചാതേലി, സുനിൽ കലേറ്റുംകര, സായിനാഥ്, ഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒട്ടും മാലിന്യമില്ലാത്ത വൈറ്റ് കാറ്റഗറിയിൽപ്പെടുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു യൂസർ ഫീയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനെതിരെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത്തരം സമരപരിപാടികൾ സംഘടന ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓൺലൈൻ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ.
സ്വരം നിലാവിനെ വെള്ളം ചാരുതയാ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ കത്തിക്കുത്ത്, ഒരാൾക്ക് പരിക്ക്. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. വിവിധ വിദ്യാലയങ്ങളിൽ വായന ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ആളൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.